ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. മൊത്തം 2 മണിക്കൂറാണ്. 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. ബാക്കിയുള്ള 5 ആക്ടിവിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് അറിയാവുന്ന 4 എഴുതുക. അപ്പം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും എല്ലാ ഭാഷകളിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? കോംപ്രിഹെൻഷൻ ആയിരിക്കും. ഒരു പാസേജ് തന്നിട്ടുണ്ടാവും, അതിൽ തന്നെ അതിൻ്റെ ഉത്തരവും ഉണ്ടാവും. അപ്പോൾ പാസേജ് വളരെ കൃത്യമായി വായിക്കുക, വളരെ ശ്രദ്ധയോടെ വായിക്കുക. ഹിന്ദിയെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാൽ അടുത്തടുത്ത ലൈനിൽ തന്നെ ആയിരിക്കും അടുത്തടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരവും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ആകെ 5-6 സെൻറ്റൻസേ ഈ ഒരു ക്വസ്റ്റ്യനിലുണ്ടാവും. അതിന് തന്നെ 5 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കുക. നമുക്ക് നോക്കാം. ഏക് ദിൻ എന്ന് പറയുന്നത് ഒരു ദിവസം, 1 ഡേ. ശീതളിന് ഏക് സപ്ന ദേക്ക. ശീതൾ ഏക് സപ്ന ദേക്ക, ഒരു സ്വപ്നം കണ്ടു. ഏക് നദി തേസ് ബഹ് രഹി ഹെ, ഒരു നദി. തേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ശക്തിയോടെ ഒഴുകി വരുന്നു. നദി സി ഏക് മച്ഛലി, നദിയിൽ നിന്നും ആര് വന്നു? ഏക് മച്ഛലി ഫിഷ്. ബാഹർ ഉച്ഛലി, അപ്പോൾ ഒരു നദിയിൽ നിന്ന് ആരാ പുറത്തേക്ക് വന്നത്? ഒരു മച്ഛലി വന്നു. ഓർ കിനാരെ പത്തർ പർ ഫസ് ഗയെ, എവിടെ തട്ടിപ്പോയി? പത്തർ പർ ഫസ് ഗയെ. ഓക്കെ. ശീതളിനെ മച്ഛലിക്കോ വാപ്പസ് നദിമേ ഡാൽ ദിയ. അപ്പോൾ ശീതൾ എന്ത് ചെയ്തു? നേരെ നദിയിലേക്ക് തന്നെ തിരിച്ചിട്ടു. അപ്പോൾ ചോദ്യം ദബാഹർ ഉച്ഛലി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ചാടി. ഫസ്റ്റ് ഗെയ് എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോയി. അപ്പോൾ പ്രയാസമുള്ള, നമുക്ക് പരിചയമില്ലാത്ത വേർഡിൻ്റെ മീനിങ് ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്ന വേർഡുകളാണ്. എന്ന് പറഞ്ഞാൽ ദിവസം, സപ്ന എന്ന് പറഞ്ഞാൽ സ്വപ്നം, തേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയോടെ. മച്ഛലി എന്ന് പറഞ്ഞാൽ ഫിഷ്, കിനാരെ നദിയുടെ തീരത്ത്. പത്തർ എന്ന് പറഞ്ഞാൽ കല്ല്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. കിസ്നെ സപ്ന ദേക്ക, ആരാണ് സ്വപ്നം കണ്ടത്? നദീനെ, പത്തറിനെ, മച്ഛലിനെ, ശീതളിനെ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട്. ഏക് ദിൻ ശീതളിനെ ഏക് സപ്ന ദേക്ക. അപ്പോൾ നമുക്ക് ഉത്തരം പിടികിട്ടി. ആരാണ്? ശീതൾ. ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്ത സെൻറ്റൻസുകളിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ വായിച്ചാൽ മതി. ഒരൊറ്റ മാർക്കും ആരും ഇതിന് മിസ്സായി പോകരുത്. നദി കൈസെ ബഹ് രഹി തി, നദി എങ്ങനെയാണ് ഒഴുകിയിരുന്നത്? ശാന്ത്, വളരെ ശാന്തമായി. ധീരെ ധീരെ തേസ് ചക്ക കാക്കർ. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഏക് ദിൻ നദി തേസ് ബഹ് രഹി തി. രണ്ടാമത്തെ സെൻറ്റൻസിൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിയായ ഉത്തരം എന്താണ്? തേസ്. അപ്പോൾ ഏക് നദി തേസ് ബഹ് രഹി തി. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. നദി സെ ബാഹർ ഉച്ഛലി കോൻ, നദിയിൽ നിന്ന് ആരാണ് പുറത്ത് ചാടിയത്? ബതക്, മേഠക്, മച്ഛലി, സാമ്പ. അപ്പോൾ നമുക്കറിയാം മച്ഛലി. ഓക്കെ, മച്ഛലി. അതിവിടെ എവിടെ ഉണ്ട്? മൂന്നാമത്തെ സെൻറ്റൻസ്, മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവും ഉണ്ട്. നദി സെ ഏക് മച്ഛലി ബാഹർ ഉച്ഛലി. അപ്പോൾ ആരാണ് വന്നത്? മച്ഛലി. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. മച്ഛലി കഹാം ഫസ് ഗയി? സടക് പർ, പത്തർ പർ, ജംഗൾ പർ, മൈതാൻ പർ. എവിടെയാണ് കുടുങ്ങിപ്പോയത്? പത്തർ പർ. എവിടെയാണ് കുടുങ്ങിപ്പോയത്? പത്തർ പർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ശീതളിനെ മച്ഛലിക്കോ കഹാൻ ഡാൽ ദിയ? താലാബ് മേ, നാലേ മേ, സാഗർ മേ, നദീമേ. എവിടെയാണ് ശീതൾ ഈ മച്ഛലിനെ വീണ്ടും ഇട്ടത്? നദീമേ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ 4ഉം 5ഉം ചോദ്യത്തിൻ്റെ ഉത്തരം 4ഉം 5ഉം സെൻറ്റൻസ് ആയിട്ട് ഇവിടെ ഉണ്ട്. പത്തർ പർ ഫസ് ഗയി, ശീതളിനെ മച്ഛലിക്കോ വാപ്പസ് നദീമേ ഡാൽ ദിയ. വളരെ ഈസിയുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് വാർത്താലാപ് 2 നോക്കാം. ജമീക്കോ ജാദു ആത്താ ഹെ കവിതയ്ക്ക് യഹ് പങ്ക്തിയാ പഠേ ഓർ പ്രശ്നോ കാ ഉത്തർ ലിഖേ. അപ്പോൾ എന്തൊക്കെയാണ് പങ്ക്തിയാ നമുക്ക് വായിച്ചു നോക്കാം. യേ മേര ബാഗ് കി മിട്ടിക്കോ കുച്ച് തോ ഹേ, എൻ്റെ ബാഗിൽ, എൻ്റെ
പൂന്തോട്ടത്തിലെ മിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിന് എന്തോ ഒന്നുണ്ട്. ജാദുയെ ജമി ഹെ ക്യാ? ഇതെന്തോ മാജിക് ആണോ? ജമിക്കോ ജാദു ആത്തി ഹെ. കവിതാംശ സെ ഭൂമി കെ ലിയെ കിസ് ശബ്ദ കാ പ്രയോഗ ഹുവ. ഇവിടെ കവിതാംശം നിങ്ങൾ വായിച്ചല്ലോ. ഇതിൽ ഭൂമി എന്ന അർത്ഥം വരുന്ന പദം നിങ്ങളോട് എഴുതാനാണ്. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ബാഗ്, മിട്ടി, ജമി, ജാദോ. അപ്പോൾ നമുക്കറിയാം ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടമാണ്. ബാഗ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടമാണ്. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്, സോയിലാണ്. അപ്പോൾ ജമി എന്ന് പറഞ്ഞാലാണ് ഭൂമി എന്നർത്ഥം. ഇനി രണ്ടാമത്തെ നോക്കാം. ധർത്തി ബച്ചാവോ ജീവൻ ബച്ചാവോ ഏക്ക് സന്ദേശ് ദേത്തെ ഹുയെ ഏക്ക് പോസ്റ്റർ തയ്യാർ കരെ. അപ്പോൾ ഭൂമിയെ രക്ഷിക്കൂ, അതിനെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഒരു നല്ലൊരു ബോക്സ് ആദ്യം വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതേ സന്ദേശം തന്നെ അവിടെ കൊടുക്കാം. പിന്നെ ധർത്തീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ധർത്തീൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ വരയ്ക്കുക. ക്രയോൺസൊക്കെ കൊണ്ടുപോകുക. ബോർഡറൊക്കെ കുറച്ച് ബോൾഡ് ചെയ്ത് പിന്നെ ഈ മെസ്സേജൊക്കെ ഒന്ന് നല്ലോണം കറുപ്പിച്ച് നല്ല അടിപൊളിയാക്കുക. ഇനി അടുത്ത എന്താണ്? ഗതി ഹിതി തീൻ. അതെന്താണ്? ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളുടെ കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് ക്രമം തെറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓർഡറിലല്ല. അപ്പോൾ നിങ്ങളത് ശരിയായ വിധത്തിൽ എഴുതാനാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഓരോന്നും ചൂഹയും പെൻസിലും ആണ്. ഒരു എലിയും ഉണ്ട്, ഒരു പെൻസിലും ഉണ്ടല്ലേ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പിക്ചർ നല്ലവണ്ണം ശ്രദ്ധിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം. ബില്ലിക്കോ ദേക്ക് ചൂഹ ഭാഗ് ഗയ. ബില്ലി എന്ന് പറഞ്ഞാൽ ആരാണ്? പൂച്ചയെ കണ്ട് എലി ഓടിപ്പോയി. ഭൂഖെ ചൂഹയ്ക്കോ ഏക്ക് പെൻസിൽ മില. ഭൂഖെ ചൂഹ എന്ന് പറഞ്ഞാൽ വിശന്ന് വലഞ്ഞ എലിക്ക് എന്ത് കിട്ടി? ഒരു പെൻസിൽ കിട്ടി. പെൻസിലിനെ കഹ മുജെ ചോടുതോ. പെൻസിൽ എന്ത് പറഞ്ഞു? എന്നെ ചോടുതോ, എന്നെ വെറുതെ വിട്. മേ തുമാരെ ലിയെ ചിത്ര കീച്ച് ദൂങ്കി. ഞാൻ നിനക്ക് വേണ്ടി ഒരു നല്ലൊരു ചിത്രം വരച്ചു തരാം. പെൻസിൽ ചിത്ര കീഞ്ചിനെ പെൻസിൽ ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ആദ്യത്തെ സംഭവം? എന്താണ്? നമുക്ക് ഇവിടെ എഴുതാം. ഭൂഖെ ചൂഹേക്കോ ഏക്ക് പെൻസിൽ മില. ഇതാണ് ആദ്യത്തെ സംഭവം. ഭൂഖെ ചൂഹേക്കോ ഏക്ക് പെൻസിൽ മില. വിശന്ന് വരന എലിക്ക് ഒരു പെൻസിൽ കിട്ടി. പിന്നെന്താണ്? എന്തോന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്? പെൻസിലിനെ കഹ മുജേ ചോദോ മേ തുമാരെ ലിയെ ഏക്ക് ചിത്ര കീഞ്ച് ലൂങ്കി. എന്നെ വെറുതെ വിടൂ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ചിത്രം വരച്ചു തരാം. മൂന്നാമതായിട്ട് എന്താണ് എഴുതിയത്? പെൻസിൽ ചിത്ര കീഞ്ചിനെ ലഹി. പെൻസിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. നാലാമത്തെ എന്തിൻ്റെ ചിത്രമാണ് വരച്ചത്? ബില്ലീൻ്റെ ചിത്രമാണ് വരച്ചത്. പൂച്ചൻ്റെ ചിത്രമാണ് വരച്ചത്. അപ്പോൾ നാലാമത് നമുക്ക് എന്തെഴുതാം? ബില്ലിക്കോ ദേഖർ ചൂഹ ഭാഗ്ലേയ. അപ്പം ബില്ലീനെ കണ്ടിട്ട് ചൂഹ പേടിച്ചു പോയി അല്ലേ. അപ്പോൾ എന്തെഴുതാം? പെൻസിൽ ഓർ ചൂഹ എന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ശീർഷകം കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഗതിവിധി 4. ഹിന്ദുസ്ഥാൻ ഹമാര പാഠക യഹ് അംശ പഠേ ഓർ പ്രശ്നോं का उत्तर लिखे. അപ്പോൾ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാഠഭാഗത്തിലെ ഒരു പങ്ക്തിയാണ്. അപ്പം നമുക്ക് നോക്കാം. ഭാരത് സംസാർ കാ ഏസാ താജ് ഹെ ജിസ്കാ ചമക് വിശ്വ പർ ഫൈലാ ഹെ. ഭാരത് സംസാർ കാ ഏക് ഏസാ താജ് ഹെ ചമക് വിശ്വ പർ ഫൈലാ ഹെ. ഭാരത जिसके खूबसूरत भौगोलिक चलक समय समय पर रंग बदलते अनोखे मौसम ज्ञान बनी संपन्न संस्कृति सब इस ताज में जड़े हीरे हैं. അപ്പോൾ ഭാരതത്തെ കുറിച്ചിട്ടുള്ള ഒരു പങ്ക്തിയാണ്. നമ്മുടെ പാഠഭാഗത്ത് നിന്നുള്ളത് തന്നെയാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗണ്ഡക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഗണ്ഡ് കിസ്കോ സെൻസാർ കാ താസ് കഹാ ഹെ. ഇവിടെ സെൻസാർ കാ താസ് എന്ന് പറഞ്ഞത് എന്താണ്? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ ഉണ്ട്. ഭാരത് സെൻസാർ കാ ഏസാ താസ് ഹെ. അപ്പം ഭാരത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഭാരതമാണ്. ഓക്കെ, ഭാരത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഭാരത്. ഇനി അടുത്തത് എന്താണ്? ഗണ്ഡക്ക് ആധാർ പർ സഹി മിലാൻ കരെ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ അതിനെന്താണ്? എല്ലാ ചോദ്യത്തിൻ്റെയും നമ്മളിവിടെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോ നോക്കേ വേണ്ടു. ഭാരത് കി ചമക്ക്. അപ്പം ഭാരത് കി ചമക്ക് ഇവിടെ എവിടെയാണ്? ജിസ്കി ചമക് വിശ്വഭർ ഫൈലി ഹെ. അപ്പോൾ അത് ഇവിടെ ഉണ്ടോ നോക്കാം. അതാ ഇവിടെയുണ്ട്, വിശ്വഭർ ഫൈലി ഹെ. ഇനി അടുത്ത എന്താണ്? ഭാരത് കെ ഭൗഗോളിക്. ഓക്കെ, ആദ്യത്തേത് ഭാരത് കി ചമക്ക്. ഭാരത് കി ചമക്ക്
എന്താണ് വിശ്വ പർ ഫൈലി ഹെ അത് നമ്മൾ എഴുതി. ഭാരത് കെ ഭൗഗോളിക് ചലക്ക്, ഭാരത് കെ ഭൗഗോളിക് ചലക്ക് എന്താണ് ഖൂബ്സൂരത് ഹെ. അപ്പോൾ ഇവിടെ ഉണ്ട് ഇസ്കി ഖൂബ്സൂരത് ഭൗഗോളിക് ചലക്ക്. അപ്പോൾ ഖൂബ്സൂരത് ഭൗഗോളിക് ചലക്ക് നമ്മൾ ഖൂബ്സൂരത്തുമായിട്ട് മാച്ച് ചെയ്തു. ഇനി അടുത്ത് എന്താണ് സമയ സമയ പർ ബദൽത്തെ अनोखे मौसम. അപ്പോൾ ഭാരത് കെ മൗസം സമയ സമയ പർ ബദൽത്ത ഹെ. ഇനി സമ്പന്ന സംസ്കൃതി, സമ്പന്ന സംസ്കൃതിയിൽ നമുക്ക് എന്ത് എഴുതാം? സമ്പന്ന സംസ്കൃതി ഭാരത് കാ ഷാൻ ഹെ. വളരെ എളുപ്പമാണ്. ഇനി അടുത്ത അഞ്ചാമത്തെ നോക്കാം. മാർച്ച് ലേഖക യഹ് അംശ പढ़े और प्रश्नों का उत्तर लिखे. मार्च के दिनों हाथों में किताबें और आंखों में नींदें रहा करती थी. दो पन्ने पलटते हो नींद की हाथ आकर आंखों पर पल के खींच जाते हैं. लेखक किस महीने के बारे में कह रहा है? ഇവിടെ ഏത് മഹീന എന്ന് പറഞ്ഞാൽ മന്ത് ഏത് മന്തിൻ്റെ പറ്റിയിട്ടാണ് പറയുന്നത്? മാർച്ച്. ഓക്കെ, മാർച്ച് കെ മന്ത് കെ ബാരെ മേ യഹാം കഹത്തെ ഹെ. ഇനി അടുത്തത് താലിക സെ ഉചിത് വാക്യം ചുൻകർ പത്രിക പൂർത്തി കരെ. അപ്പോൾ ഇവിടെ നോക്കൂ, പ്രിയ രാഹുൽ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. ആദ്യം എന്തെഴുതിക്കും? നമ്മൾ സാധാരണ കത്ത് എഴുതുമ്പോൾ എഴുതുക എന്താ എഴുതുക? എങ്ങനെയുണ്ട്, എന്താ സുഖമല്ലേ എന്നല്ലേ. അപ്പോൾ ഇവിടെ അതെന്താണ്? തും കൈസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്. അഗലെ ഹഫ്തേമേ പരീക്ഷ ഹെന, അടുത്ത ആഴ്ച പരീക്ഷയല്ലേ. ലേക്കിൻ ഹാത്ത് മേ കിതാബ് ലേത്തി. അപ്പോൾ ഇവിടെ എന്തോന്നുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? മേ അച്ചി തര പഠന ചാത്താഹു, ഞാൻ നല്ലവണ്ണം പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. അത് ഇവിടെ എഴുതാം. ലേക്കിൻ എന്നാൽ, ഹാത്ത് മേ കിതാബ് ലേത്തേഹി എന്നാൽ കയ്യിൽ ബുക്ക് എടുക്കുമ്പോൾ എന്ത് വരുന്നു? ആക്കോമേ നീന്ത് ആത്തി ഹേ. എന്താണ് വരുന്നത്? കണ്ണിൽ ഉറക്കം വരുന്നു. തുമാരി പടായി കൈസി ചൽത്തി ഹേ, നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? അച്ചി തര പഠന, നല്ല രീതിയിൽ പഠിക്കണേ. തുമാര അപ്പിന സോനു. അപ്പം വളരെ എളുപ്പമാണ്. എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും ഇവിടെ തന്നെ ഉണ്ട്. ആദ്യത്തെ ആങ്കോമേ നീന്തേ ആത്തിഹേ, കണ്ണിൽ ഉറക്കം വരുന്നു. തും കൈസേ ഹോ, നീ നിനക്ക് സുഖം തന്നെയല്ലേ. അച്ചി തരഹ് പഠന, നല്ലവണ്ണം പഠിക്കണം. മേ അച്ചി തര പഠന ചാത്തിഹു, ഞാൻ നല്ലവണ്ണം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അർത്ഥം മനസ്സിലായ വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ നമ്മൾ തും കൈസി ഹോ, നിനക്ക് എങ്ങനെയുണ്ട്. അഗലെ ഹഫ്തേ മേ പരീക്ഷ ഹേന, മേ അച്ചി തര പഠന ചാത്തിഹു, നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെന്താണ്? ആഖോമേ നീന്തി ആത്തി ഹെ, പക്ഷേ എന്താണ്? കണ്ണിൽ ഉറക്കം വരുന്നു. തുമാരി പടായി കൈസേ ചൽത്തി ഹെ, പിന്നെ അച്ചി തര പഠനം. വളരെ എളുപ്പമുള്ള ചോദ്യോത്തരമാണ്. എല്ലാം നമ്മുടെ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 6 ഗതിവിധിയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾ ഇത് നല്ലവണ്ണം ഹിന്ദി വായിച്ച് പഠിക്കുക. പാഠഭാഗത്തിലെ എല്ലാ അർത്ഥവും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. 6ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡയറി എഴുതാനോ അങ്ങനെയുള്ളത് അപൂർവമായിട്ടേ വരുള്ളൂ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അധികവും വരിക. നിങ്ങൾക്ക് ഒരു പങ്ക്തി തന്നിട്ടുണ്ടാവും, അതിന് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനുണ്ടാവും. അതേപോലെ ചിത്രവായന, ഇതിനൊക്കെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കിയാലേ എഴുതാൻ കഴിയൂ. അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. എല്ലാ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒരു പഠനമൊന്നും ആവശ്യമില്ല. കാരണം ഹിന്ദി വായിക്കാനും എഴുതാനും അർത്ഥം മനസ്സിലാക്കാനും കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കങ്ങനെ എഴുതാൻ കിട്ടും. ഓക്കെ, അപ്പം ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിക്കുക. എല്ലാ എണ്ണത്തിൻ്റെ മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.